ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന പഴയ നാടകത്തിന് ശേഷം ബോളിവുഡ് അവതരിപ്പിക്കുന്ന പുതിയ നാടകമാണ് ദേക്കപ്പെട്ട സുന്ദരി ദാമോദരൻ പിള്ളൈ. അയ്യോ ഞാൻ ഈ ദേക്കപ്പെട്ട എന്ന് പറഞ്ഞ സാധനം കുറേ ആലോചിച്ചു. എനിക്ക് എന്തിട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞു തരണ്ട. ആദ്യം വിചാരിച്ച് സുന്ദരി എന്ന് പറഞ്ഞ സംഭവം ഇത് ശരിക്കും പറഞ്ഞാൽ ആനയ്ക്ക് പട്ടിക്ക് പൂച്ചയ്ക്ക് പേരിടുന്നതാണല്ലോ. അപ്പോൾ ആനയുടെയും കണക്ട് ചെയ്തു സുന്ദരി ദേക്കപ്പെട്ട. അപ്പോൾ എവിടെയെങ്കിലും പോയി ഈ ഡയറക്ടറെ കേട്ടിട്ടുണ്ടാവും ഈ പനമ്പട്ട അങ്ങനത്തെ സംഭവിക്കും വിചാരിച്ചു. പിന്നെ തേക്കപ്പെട്ട എന്നാണോ നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം. പിന്നെ ഈ പിള്ളൈ നിങ്ങൾക്കറിയാലോ, ഏതെങ്കിലും ഒരു മലയാളി ക്യാരക്ടേഴ്സിനെ കാണിക്കുന്ന സമയത്ത് എപ്പോഴും ഹിന്ദു ആയിരിക്കണം, ഹയർ കാസ്റ്റ് ആയിരിക്കണം. അറിയാലോ, ബോളിവുഡിന് അങ്ങനത്തെ ഒരു സ്റ്റൈലുണ്ട്. പിന്നെ ഈ പെമ്പിളരെ കാണിക്കുന്നത് നിങ്ങൾക്കറിയാലോ, മുല്ലപ്പൂ, നല്ല മുടി, സാരിയൊക്കെ എടുത്ത് നല്ല കുലീനയായിട്ടുള്ള ശാലിന സുന്ദരിയായിട്ടൊരു പെൺകുട്ടി. നല്ല ക്യൂട്ടായിരിക്കും അവളിങ്ങനെ ക്യൂട്ടായിട്ട്. എന്നിട്ട് അവൾക്ക് വലിയ ബോർഡൊന്നും ആയിരിക്കില്ല, അവൾക്ക് ഒന്നും അറിയത്തില്ല, പഞ്ചപാവമായിരിക്കും. അവൾ നല്ല കുട്ടിയായിരിക്കും. അപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധാരണ സിനിമയിൽ ഉണ്ടാവുക. ഇതിലും അങ്ങനെ തന്നെ ഒരു ലുക്കാണ്. സിനിമ ഇറങ്ങിയിട്ട് നമുക്കറിയില്ല. എന്നിരുന്നാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കത്തിയൊക്കെ എടുക്കുന്ന സീനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബോൾഡ് ആവുമെന്ന്. കാര്യമൊന്നുമില്ല. എന്നാലും പടം ഇറങ്ങട്ടെ, നമുക്ക് നോക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു സീൻ ഞാൻ കണ്ടു. അതെന്താ അറിയോ, ഒരു സീനിൽ ഒരു ഷോട്ടാന്ന് തോന്നുന്നു, കുറേ കളരിക്കാർ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക ഇവരെ. എനിക്കത് കണ്ടപ്പോൾ കറക്റ്റ് ഓർമ്മ വന്നത് പുതുക്കോട്ടയിലെ പുതുമണവാളം എന്ന് പറയുന്ന സിനിമയുണ്ട്, ജയറാമൊക്കെ അഭിനയിച്ചിട്ടുള്ള. അതിലിവർ ഓടിക്കുന്നൊരു സീനുണ്ട് കളരിക്കാർ. കറക്റ്റ് അതിൻ്റെ എക്സാക്ട് കോപ്പി. ആ സിനിമയ്ക്കകത്ത് തന്നെയാണ് കോമഡി ആക്കിയിട്ടാണ് കാണിക്കുന്നത്. അതേ പാറ്റേൺ ഈ 2025 കളരിപ്പയറ്റ്, കഥകളി, മോഹിനിയാട്ടം, വള്ളംകളി, ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ മലയാളി ക്യാരക്ടേഴ്സ് ഞങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ ചെയ്തിരിക്കും. ഞങ്ങൾക്ക് നിർബന്ധമാണത്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ ഇതൊക്കെ ഏത് കാലം തൊട്ട് കാണിക്കാൻ തുടങ്ങിയതാണ്? ഈ ഷാരൂഖ് ഖാൻ ജിയ ചലെ ജാൻചലെ ആ പാട്ടിൻ്റെ ആ സമയത്തൊട്ട് ഈ സംഭവം തന്നെയാണ് കാണിക്കുന്നത്. ഇതൊരു സ്റ്റീരിയോ ടൈപ്പായിട്ട് കാണിക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ആരോട് പറയാൻ അല്ലേ. ഈ വള്ളംകളിയും കളരിപ്പറ്റൊക്കെ ഓർത്തപ്പെടാൻ വേറെ സിനിമ ഓർത്തേ, നമ്മുടെ ബാഗി ഫസ്റ്റ്, അതായത് ശ്രദ്ധാ കപൂറും ടൈഗർ ഷ്രോഫൊക്കെ അഭിനയിച്ചൊരു സിനിമ. അതിനകത്ത് അവൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഒരു സീനുണ്ട്. അതിൽ കൊല്ലത്തിനെ ബോർഡാന്ന് തോന്നുന്നു. അത് ഗൂഗിൾ ട്രാൻസ്ലേഷൻ മറ്റോ ചെയ്തിട്ട് വേറെന്തോ ഒരു പേര് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവരുടെ കമ്മിറ്റ്മെൻറ്റ്. വേറൊന്നും ഞാൻ പറയുന്നില്ല. മലയാളം പറയുന്ന അല്ലെങ്കിൽ മലയാളി ആയിട്ടുള്ളൊരു ക്യാരക്ടറിനെയാണ് കാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മലയാളി ആയിട്ടുള്ളൊരു ആക്ട്രസിനെയോ അല്ലെങ്കിൽ ആക്ടറിനെ എടുത്തോ. ഇനി അത് പറ്റില്ല, കറക്റ്റായിട്ടുള്ള സ്റ്റഡി നടത്തിക്കൂടെ ഇന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നത്. അതൊരു ബേസിക് സെൻസ് അല്ലേ, ഒരു സിനിമയോട് കാണിക്കേണ്ട കമ്മിറ്റ്മെൻ്റ് അല്ലേ. അതുപോലും ചെയ്യാണ്ട് എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാണിച്ചു വെക്കുക. അറ്റ് ദ സെയിം ടൈം നല്ല രീതിയിൽ ചെയ്ത സിനിമകളുണ്ട്. ഗരീബ് സിംഗിളിനകത്ത് പാർവതി, ലുഡോ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് പേളി മാണി, ഇങ്ങനെ അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടുതലുള്ള ആളുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ട് ചെയ്യാനുള്ളൊരു സാധനം നമുക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ. ഇതൊക്കെ പോട്ടെ, അങ്ങ് ചൈനയിൽ കിടക്കുന്ന ജാക്കി ചാൻ ഒരു സിനിമയുണ്ട് പുള്ളിയുടെ, നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും. ആ സിനിമയ്ക്കകത്ത് ജാക്കി ചാൻ മലയാളിയായിട്ട് ഒരാളെ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ ചൈനക്കാരനായിട്ടുള്ള പുള്ളി മലയാളം പഠിച്ച് ചെയ്യുന്നുണ്ട്. എന്നാലും അതിനുള്ള ലിമിറ്റേഷൻസ് നമുക്കത് മനസ്സിലാവും. ചൈനക്കാരനാണുള്ള കാര്യം മനസ്സിലാവും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എനിക്കറിയില്ല മലയാളമാണോ എന്നറിയില്ല, പക്ഷെ പെർഫെക്റ്റ് മലയാളമാണ്. അവർ പോലും എത്ര എഫേർട്ട് എടുക്കുന്നു, എന്നിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വൈ? പിന്നെ ഈ സിനിമയുടെ കൂടെ തന്നെ ഈ പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും കുറച്ച് ക്രൂരതയല്ലേന്ന്. പക്ഷേ ചില പാട്ടുകളൊക്കെ നല്ല വൈബിളുള്ള പാട്ടുകളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ മനസ്സിലായോ, നമ്മൾ ആ ഒരു വൈബിനെ അങ്ങോട്ട് വിട്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും നമുക്ക് തോന്നും നല്ലൊരു പാട്ട് എഴുതുന്ന ഒരാളെ കൊണ്ട് എഴുതിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായെന്ന്. പിന്നെ റിബൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ജി പ്രകാശ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ജി പ്രകാശും അമിതയും കൂടെയാണ് അഭിനയിച്ച സിനിമയ്ക്കകത്ത്. അതിലൊരു പാട്ടുണ്ട്, ഉണ്ടവട എന്നൊക്കെ പറഞ്ഞുള്ളൊരു പാട്ട്. സഹിക്കാൻ പറ്റില്ല അത് കേട്ട് കഴിഞ്ഞാൽ. എന്തായാലും കുറച്ചുകൂടി ഒരു ചാൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി റിസർച്ച് നടത്തായിരുന്നു എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഈ സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയം അതിക്രമിച്ചു. ഈ ദേക്കപ്പെട്ട സുന്ദരി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ കുറിച്ച് ആരൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തു, കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ്. അവർക്കെല്ലാവർക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തേക്കാണെന്നാണ് ഞാൻ ഇപ്പോൾ കേട്ടത്. ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നതിൻ്റെ പകുതി എഫേർട്ട് മതി അതെന്താ സംഭവം എന്ന് പഠിച്ച് ചെയ്യാൻ. പിന്നെ ഈ മലയാളികളെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്സുകൾ അടിച്ചേൽപ്പിക്കുക, പിന്നെ ഈ പൊളിറ്റിക്സ് റിലീജിയനൊക്കെ കുത്തിക്കയറ്റി നശിപ്പിക്കുക, അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്ത് പറയാനാ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ബോളിവുഡിനോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, എന്തിനാടാ കൊന്നിട്ട്? ഞങ്ങൾ മലയാളികളാണ്, കോമാളികളല്ല.